തമിഴ് പുരാണങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹത്തിന്റെ ഒരു നാഗരികതയുടെ കഥയുണ്ട്. തിരമാലകൾക്കിടയിൽ സമുദ്രത്തിൽ നഷ്ടപ്പെട്ടു പോയ മുങ്ങിപ്പോയ ഒരു സാങ്കല്പിക ഭൂമി, കുമാരിഖണ്ഡം എന്നറിയപ്പെടുന്ന ദേശത്തിന്റെ കഥ. നൂറ്റാണ്ടുകളായി മറവിയിലാണ്ട് കിടന്നിരുന്ന ഈ രാജ്യം ചരിത്രകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും പണ്ഡിതന്മാരുടെയും എല്ലാം ഭാവനയെ ഒരുപോലെ ആകർഷിച്ചു. ഒരിക്കൽ ഇന്ത്യയുടെ തെക്കൻ ഭാഗത്ത് ഉണ്ടായിരുന്ന ഒരു യഥാർത്ഥ ഭൂമിയായിരുന്നു ഇത്. ശക്തമായ ഒരു സമൂഹമായിരുന്നു. അതോ ഇനി കാലത്തിന്റെ വേലിയേറ്റത്തിൽ നഷ്ടപ്പെട്ടു പോയ ഒരു സുവർണ കാലഘട്ടത്തിന്റെ പ്രതീകമായ തമിഴ് നാടോടി കഥകളുടെ ഭാവനയിൽ രീതിയിൽ നെയ്തെടുക്കപ്പെട്ട ഒരു സാങ്കല്പിക കഥയാണോ? കെട്ടുകഥയെ യാഥാർത്ഥ്യത്തിൽ നിന്നും വേർതിരിക്കുന്ന പുരാതന ഗ്രന്ഥങ്ങൾ, ആധുനിക ഗവേഷണങ്ങൾ, നമ്മെ ആകർഷിക്കുന്ന ചർച്ചകൾ എന്നിവ പരിശോധിച്ചുകൊണ്ട് ഈ ഐതിഹ്യത്തിന് പിന്നിലെ സത്യം നമുക്കൊന്ന് നോക്കാം. നമസ്കാരം. ചെറുതല്ല കാര്യത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഇന്ത്യയുടെ തെക്ക് ഭാഗത്തായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടായിരുന്നതായി കരുതപ്പെടുന്ന തമിഴ് സാഹിത്യത്തിലും നാടോടി കഥകളിലും പലപ്പോഴും പരാമർശിക്കപ്പെടുന്ന, പിന്നീട് കടലിന്റെ അടിയിൽ മറഞ്ഞുപോയ ഒരു ഐതിഹാസിക നാഗരികതയാണ് കുമാരിഖണ്ഡം. 19ാം നൂറ്റാണ്ടിലെ ജിയോളജിസ്റ്റുകൾ പറഞ്ഞു വെച്ച പസഫിക് സമുദ്രത്തിലും ഇന്ത്യൻ സമുദ്രത്തിലുമായി നഷ്ടപ്പെട്ടു പോയ ലെമൂറിയ എന്ന ഭൂഖണ്ഡത്തിന് മിത്തുമായി ഇതിന് സാമ്യമുണ്ട്. ഐതിഹ്യങ്ങൾ അനുസരിച്ച് കടലിന്റെ അടിയിൽ മുങ്ങുന്നതിന് മുമ്പ് സാംസ്കാരികമായും സാമൂഹികമായും വളരെയധികം പുരോഗമിച്ച തമിഴ് സമൂഹങ്ങളാലും രാജ്യങ്ങളാലും വളരെയധികം അഭിവൃദ്ധി പ്രാപിച്ച തമിഴ് നാഗരികതയുടെയും സംസ്കാരത്തിന്റെയും തൊട്ടിലായിരുന്നു കുമാരിഖണ്ഡം എന്ന് വിശ്വസിക്കപ്പെടുന്നു. കുമാരിഖണ്ഡം എന്ന ഈ നഷ്ടഭൂഖണ്ഡത്തിന്റെ സത്യം അന്വേഷിക്കുന്നത് നമ്മൾ 3 ഘട്ടങ്ങളിലായിട്ടാണ്. ആദ്യമായി കുമാരിഖണ്ഡത്തിന്റെ സംബന്ധിച്ച് മിത്തും അതിന്റെ ആദ്യകാല പരാമർശവും എങ്ങനെയാണെന്ന് നോക്കാം. കാച്ചിയപ്പ ശിവാചാര്യർ എഴുതിയ സ്കന്ദപുരാണത്തിന്റെ 15ാം നൂറ്റാണ്ടിലെ തമിഴ് പതിപ്പായ കാണ്ഡപുരാണത്തിലാണ് കുമാരിഖണ്ഡം എന്ന പരാമർശം ആദ്യമായി കടന്നു വന്നിട്ടുള്ളത്. ഇത് ഏകദേശം 1350 മുതൽ 1420 കാലഘട്ടങ്ങൾക്കിടയിലാണ്. തമിഴ് നവോത്ഥാന നായകർ ഇത് ഒരു ശുദ്ധമായ തമിഴ് വാക്കാണെന്ന് വാദിക്കുന്നുണ്ട് എങ്കിലും ഇത് കുമാരികഖണ്ഡ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. കാണ്ഡപുരാണത്തിന്റെ ആണ്ടകോസപ്പാടലം എന്ന ഭാഗത്ത് പ്രപഞ്ചത്തിന്റെ മാതൃകയെ വിവരിക്കുന്നത് ഇങ്ങനെയാണ്: നിരവധി ലോകങ്ങളുണ്ടെന്നും അതിൽ ഓരോന്നിലും നിരവധി ഭൂഖണ്ഡങ്ങളുണ്ടെന്നും ഇതിൽ പറയുന്നു. അവിടെ നിരവധി രാജ്യങ്ങളുമുണ്ട്. അത്തരം ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന ഭരതന് 8 ആൺമക്കളും ഒരു പെൺകുട്ടിയുമായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം തന്റെ രാജ്യത്തെ 9 ഭാഗങ്ങളായി വിഭജിച്ചു. മകൾ കുമാരി ഭരിച്ചിരുന്ന ഭാഗം കുമാരിഖണ്ഡം എന്നും അറിയപ്പെട്ടു. കുമാരിഖണ്ഡം എന്ന സിദ്ധാന്തം ബ്രാഹ്മണ വിരുദ്ധരും സംസ്കൃത വിരുദ്ധരുമായ തമിഴ് ദേശീയവാദികൾക്കിടയിൽ ജനപ്രിയമായെങ്കിലും കാണ്ഡപുരാണം യഥാർത്ഥത്തിൽ കുമാരിഖണ്ഡത്തെ ബ്രാഹ്മണർ താമസിക്കുന്ന സ്ഥലമായിട്ടും ശിവനെ ആരാധിക്കുന്ന സ്ഥലമായും വേദങ്ങൾ പാരായണം ചെയ്യുന്ന സ്ഥലമായുമാണ് പറയുന്നത്. ബാക്കിയുള്ള രാജ്യങ്ങളെ മ്ലേച്ഛകളുടെ പ്രദേശമായും വിവരിക്കുന്നു. നിരവധി പുരാതന മധ്യകാല തമിഴ് സംസ്കൃത കൃതികളിൽ ദക്ഷിണേന്ത്യയിലെ ഭൂമി സമുദ്രത്തിന്റെ അടിയിൽ അകപ്പെട്ടുപോയതിന്റെ അല്ലെങ്കിൽ മുങ്ങി താണുപോയതിന്റെ ഐതിഹാസിക പരാമർശങ്ങൾ ഉണ്ട്. പാണ്ഡ്യന്മാർ ഭരിച്ചിരുന്ന ഭൂമിയിൽ ഉണ്ടായ കട്ടക്കോൽ സംബന്ധിച്ച ആദ്യകാല പരാമർശങ്ങൾ ഇറയനാർ അകമ്പൊരുളിനെ പറ്റിയുള്ള ഒരു വ്യാഖ്യാനത്തിൽ കാണപ്പെടുന്നുണ്ട്. കട്ടക്കോൽ എന്ന തമിഴ് വാക്കിന്റെ അർത്ഥം സമുദ്രത്താൽ പിടിച്ചെടുക്കപ്പെട്ടത് അല്ലെങ്കിൽ കടലേറിയത്, കടലേറ്റം ഉണ്ടായത് എന്നൊക്കെയാണ്. ഒരു പക്ഷേ സുനാമി ആയിരിക്കണം. കവി നക്കീറിന്റെ പേരിലുള്ള ഈ ഒരു പരാമർശം 1ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിലുള്ളതാണ്. പാണ്ഡ്യരാജാക്കന്മാർ 3 സാഹിത്യ പണ്ഡിതസഭ അല്ലെങ്കിൽ സംഘങ്ങൾ വിളിച്ചു ചേർത്തതായി പറയുന്നുണ്ട്. 1ാം സംഘം തെന്മധുരയിലും 2ാം സംഘം തിരുച്ചെന്തൂരിനടുത്ത് കപടപുരത്തും 3ാം സംഘം ഉത്തര മധുരയിലുമാണെന്നാണ് പറയുന്നത്. ഇതിൽ ആദ്യം പറഞ്ഞ 2 പട്ടണങ്ങളാണ് കടലെടുത്തു പോയത് അല്ലെങ്കിൽ കട്ടക്കോൽ പ്രതിഭാസത്തിൽ നഷ്ടപ്പെട്ടു പോയത് എന്ന് പറയപ്പെടുന്നു. ഇളംപുരാണർ, പേരസിരിയർ തുടങ്ങി മധ്യകാല എഴുത്തുകാരും തൊൽക്കാപ്യം പോലെയുള്ള ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള വ്യാഖ്യാനത്തിൽ കന്യാകുമാരിക്ക് തെക്ക് പുരാതനമായ ഒരു ഭൂമി നഷ്ടപ്പെട്ടതിന്റെ അവ്യക്തമായ പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. പാണ്ഡ്യർ ഭരിച്ചിരുന്ന ദേശത്തിന്റെ ഒരു ഭാഗം കടലിലേക്ക് നഷ്ടപ്പെട്ടു പോയതായി മറ്റൊരു ഐതിഹ്യം പുറനാനൂറിലും കളിത്തൊക്കയിലും പരാമർശിക്കുന്നുണ്ടെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. കുമാരിഖണ്ഡത്തിന്റെ ഐതിഹ്യം പ്രധാനമായും ഉത്ഭവിക്കുന്നത് പുരാതന തമിഴ് സംഘകാല സാഹിത്യത്തിൽ നിന്നാണ്. അതിൽ ഇന്നത്തെ തമിഴ്നാടിന് തെക്ക് മഹത്തായ സമ്പന്നമായ ഒരു ഭൂമിയെക്കുറിച്ച് പറയുന്നു. 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന ഈ പ്രദേശം ആദ്യകാല പാണ്ഡ്യരാജാക്കന്മാരുടെ അധീനതയിലായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. സിലപ്പതികാരം, മണിമേഖലൈ തുടങ്ങിയ സംഘകാല സാഹിത്യത്തിൽ കടലിൽ നഷ്ടപ്പെട്ടു പോയ തമിഴ് രാജ്യത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ടെങ്കിലും ഈ ഗ്രന്ഥങ്ങളിൽ കുമാരിഖണ്ഡം എന്ന പദം, എന്ന വാക്ക്, എന്ന പേര് പ്രത്യേകമായി ഉപയോഗിക്കുന്നില്ല. പാണ്ഡ്യന്മാരുടേതല്ലാത്ത ഭൂമി കടലിൽ നഷ്ടപ്പെട്ടതായും നിരവധി പുരാതന വിവരണങ്ങളുണ്ട്. പല തമിഴ് ഹിന്ദു ആരാധനാലയങ്ങളും ഹിന്ദു പുരാണങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന വെള്ളപ്പൊക്കത്തെ അതിജീവിച്ച് ഐതിഹാസികമായ വിവരണങ്ങൾ കൊടുത്തിട്ടുണ്ട്.
കന്യാകുമാരി, കാഞ്ചീപുരം, കുംഭകോണം, മധുരൈ, സിർക്കിഴി, തിരുവട്ടിയൂർ എന്നിവിടങ്ങളിലെ പ്രധാന ക്ഷേത്രങ്ങൾ ഇതിൽപ്പെടുന്നു. മഹാബലിപുരത്തെ 7 പഗോഡകൾ പോലെയുള്ള ക്ഷേത്രങ്ങൾ കടലിനടിയിൽ മുങ്ങിയതിന്റെ ഐതിഹ്യങ്ങളുമുണ്ട്. 2004 ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായ സുനാമിക്കും ഭൂകമ്പത്തിനും ശേഷമാണ് ഇതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയാൻ കാരണം പുരാതന ഗ്രന്ഥങ്ങളിലോ അവയുടെ മധ്യകാല വ്യാഖ്യാനങ്ങളിലോ കടലിൽ നഷ്ടപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഭൂമിക്ക് കുമാരിഖണ്ഡമെന്നോ അല്ലെങ്കിൽ കുമാരി നാടെന്നോ ഉള്ള വാക്ക്, പേര് എവിടെയും ഉപയോഗിക്കുന്നില്ല. കടലിൽ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഭൂമി കന്യാകുമാരിക്ക് തെക്കുണ്ടായിരുന്നൊരു ഭൂഖണ്ഡമാണെന്നും അതിൽ എങ്ങും പറയുന്നില്ല. മാത്രമല്ല, ഈ ഭൂമി നഷ്ടപ്പെട്ടതിനെ ഒരു സമുദായം എന്ന നിലയിൽ തമിഴ് ജനതയുടെ ചരിത്രവുമായി ഈ ഗ്രന്ഥങ്ങളൊന്നും ബന്ധിപ്പിക്കുന്നുമില്ല. കുമാരിഖണ്ഡം എന്ന നഷ്ടഭൂമികയുടെ മിത്ത് അല്ലെങ്കിൽ ഐതിഹ്യം ഇതാണ്. രണ്ടാമതായിട്ട്, നഷ്ടപ്പെട്ട ഭൂമികയായ കുമാരിഖണ്ഡത്തിന്റെ ചരിത്ര വസ്തുതകൾ നമുക്കൊന്ന് പരിശോധിക്കാം. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ 1864 ഇംഗ്ലീഷ് സൂവോളജിസ്റ്റ് ഫിലിപ്പ് സ്ക്ലേറ്റർ ഇന്ത്യ, മഡഗാസ്കർ, ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങൾ ഒരു കാലത്ത് കരഭാഗം കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ടിരുന്നുവെന്നും പിന്നീട് അത് സമുദ്രത്തിൽ ആണ്ടുപോയതാണെന്നും സ്ഥാപിച്ചു. നിരവധി പണ്ഡിതന്മാർ അതിനെ പിന്തുണയ്ക്കുകയും ഈ ആശയത്തെ വിപുലീകരിക്കുകയും ചെയ്തു. ഹെൻറി ഫ്രാൻസിസ് ബ്ലാൻഫോർഡിന്റെ 1873 ഫിസിക്കൽ ജിയോഗ്രഫി പുസ്തകത്തിലാണ് ഈ ആശയം ആദ്യമായി ഇന്ത്യൻ വായനക്കാർക്ക് പരിചയപ്പെടുത്തുന്നത്. ബ്ലാൻഫോർഡ് അഭിപ്രായപ്പെടുന്നത് ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിൽ തന്നെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഫലമായിട്ട് ഈ ഭൂഖണ്ഡം വെള്ളത്തിന്റെ അടിയിൽ ആഴ്ന്നു പോയിരുന്നുവെന്നാണ്. 1885 ഇന്ത്യൻ സിവിൽ ഓഫീസർ ചാൾസ് ഡി മെക്ലീൻ ദി മാനുവൽ ഓഫ് ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി മദ്രാസ് പ്രസിഡൻസി പ്രസിദ്ധീകരിച്ചു. അതിൽ അദ്ദേഹം ലെമൂറിയയെ പ്രോട്ടോ ദ്രാവിഡ് ഊർമിറ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഊർമിറ്റ് എന്നത് ഒരു ജർമ്മൻ വാക്കാണ്. ഭാഷ ആദ്യമായി ഉണ്ടായ സ്ഥലം, പ്രാചീന ഭാഷ ആദ്യമായി ഉരുത്തിരിഞ്ഞ സ്ഥലം എന്നാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലെമൂറിയ എന്താണെന്ന് നമുക്ക് അടുത്ത ഘട്ടത്തിൽ നോക്കാം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇപ്പോൾ മുങ്ങിപ്പോയിരിക്കുന്ന ഒരു പ്രദേശത്താണ് ആദ്യമായി മനുഷ്യർ ഉത്ഭവിച്ചത് എന്ന് ഏണസ്റ്റ് ഹേക്കൽ അദ്ദേഹത്തിന്റെ ഏഷ്യ സിദ്ധാന്തത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഏണസ്റ്റ് ഹേക്കൽ മുന്നോട്ട് വെച്ച ഏഷ്യൻ സിദ്ധാന്തം കൂടി റഫർ ചെയ്തിട്ടാണ് മക്ലീൻ അദ്ദേഹത്തിന്റെ പ്രസ്താവന മുന്നോട്ട് വെച്ചത്. മുങ്ങിപ്പോയ ഈ ഭൂമിയാണ് ആദിദ്രാവിഡരുടെ മാതൃഭൂമി എന്ന് മക്ലീൻ കൂട്ടിച്ചേർത്തു. മറ്റു വംശങ്ങളുടെ പൂർവികർ ലെമൂറിയയിൽ നിന്നും ദക്ഷിണ ഇന്ത്യ വഴി മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിയേറിയതായിരിക്കണം എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 1891 1901 സെൻസസ് റിപ്പോർട്ടുകൾ ഉൾപ്പെടെ മറ്റ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും ഈ സിദ്ധാന്തം ചർച്ച ചെയ്തു. പിന്നീട് മക്ലീന്റെ ഈ മാനുവൽ തമിഴ് എഴുത്തുകാർ ഒരു ആധികാരിക ഗ്രന്ഥമായി എടുക്കുകയും പലപ്പോഴും അദ്ദേഹത്തെ ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ഡോക്ടർ എന്നെല്ലാം തെറ്റായി പരാമർശിക്കുന്നതായിട്ടും വിശേഷിപ്പിക്കുന്നതായിട്ടും കാണുകയും ചെയ്യാം. 1920 ഇൻഡോ ആര്യന്മാരുടെയും സംസ്കൃതത്തിന്റെയും ആധിപത്യത്തെ ചെറുക്കുന്നതിനായിട്ട് തമിഴ് നവോത്ഥാന നായകർ ലെമൂറിയ ആശയം ജനപ്രിയമാക്കി. പ്രളയം ഉണ്ടാകുന്നതിന് മുമ്പ് ലെമൂറിയ തമിഴ് ജനതയുടെ സംസ്കാരത്തിന്റെ മാതൃരാജ്യവും ജന്മസ്ഥലവുമായിരുന്നു എന്ന് തമിഴ് എഴുത്തുകാർ വാദിച്ചു. തങ്ങളുടെ അവകാശങ്ങൾക്ക് വിശ്വാസ്യത വരുത്താനായിട്ട് പലപ്പോഴും അവർ പാശ്ചാത്യ പണ്ഡിതരുടെ വാക്കുകൾ തെറ്റായി ഉദ്ധരിക്കുകയോ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുകയോ ചെയ്തതായിട്ടും കാണാം. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ചുഴലിക്കാറ്റ് മൂലം ചെറിയ ഭൂപ്രദേശങ്ങൾ നഷ്ടപ്പെട്ടതായിട്ട് നിരവധി ജില്ലാ റിപ്പോർട്ടുകൾ, ഗസറ്റുകൾ, മറ്റ് രേഖകൾ എന്നിവയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം കടലിൽ നഷ്ടപ്പെട്ടു പോയ ഭൂമികയെക്കുറിച്ച് പരാമർശിക്കുന്നതിനായി തെളിവുകളായിട്ട് അന്നത്തെ തമിഴ് എഴുത്തുകാർ ഉപയോഗിച്ചിട്ടുണ്ട്. കുമാരിഖണ്ഡം അല്ലെങ്കിൽ കുമാരിനാട് എന്നതിന്റെ ഉത്ഭവം വിശദീകരിക്കാൻ തമിഴ് എഴുത്തുകാർ നിരവധി സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് തമിഴ് മാതൃരാജ്യത്തിലെ ലിംഗസമത്വത്തെ കേന്ദ്രീകരിച്ചായിരുന്നു. അരുണാചലം, സർവോദയൻ പിള്ളൈ, സുമതി രാമസ്വാമി, സോമസുന്ദര ഭാരതി തുടങ്ങിയവരാണ് തമിഴ് നവോത്ഥാന നായകരുടെ ചില ആൾക്കാർ. പിന്നീട് സ്കൂൾ സിലബസിലും യൂണിവേഴ്സിറ്റി സിലബസിലും അടക്കം നഷ്ടപ്പെട്ടു പോയ ഈ ഭൂമിയെ പറ്റിയുള്ള, കുമാരിഖണ്ഡത്തെ പറ്റിയുള്ള വിവരണങ്ങൾ ഉൾപ്പെടുത്തിക്കാനുണ്ടായത്. കുമാരിഖണ്ഡം എന്ന നാടും ആ വാക്കും തമിഴ് ജനങ്ങൾക്കിടയിൽ പ്രചാരം നേടിയതിന്റെ ചരിത്രം ഇങ്ങനെയാണ്. ഇനി എന്താണ് ഈ പറഞ്ഞ കുമാരിഖണ്ഡം എന്ന നഷ്ടഭൂമികയുടെ ശാസ്ത്രീയത എന്നുകൂടി നമുക്ക് നോക്കാം. നമ്മൾ കുറച്ചു മുന്നേ സംസാരിച്ച കാര്യമാണ്. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ 1864 ഇംഗ്ലീഷ് സൂവോളജിസ്റ്റ് ഫിലിപ്പ് സ്ക്ലേറ്റർ ഇന്ത്യ, ആഫ്രിക്ക, മഡഗാസ്കർ എന്നീ ഭൂഖണ്ഡങ്ങൾ ഒരു കാലത്ത് കരഭാഗം കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ടിരുന്നുവെന്നും പിന്നീട് അത് കടലിൽ ആഴ്ന്നു പോയതാണ് എന്നും വാദിച്ചു. നമുക്കറിയാം, ഇന്ന് ഈ ഭൂഖണ്ഡങ്ങൾ മൂന്നും വിസ്തൃതമായ സമുദ്രത്താൽ വിഭജിക്കപ്പെട്ട് കിടക്കുകയാണ്. പരസ്പര ബന്ധമില്ലാതെ വളരെയധികം അകന്നു കിടക്കുന്ന ഈ ഭൂഖണ്ഡങ്ങളിൽ ലെമൂർ പോലെയുള്ള പ്രൈമേറ്റുകളുടെ സാന്നിധ്യം വിശദീകരിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ആശയത്തിന്റെ ഉത്ഭവം. മെഡഗാസ്കറിൽ കാണപ്പെടുന്ന ലെമൂർ, ആഫ്രിക്കയിൽ കാണപ്പെടുന്ന പോട്ടോ, ഇന്ത്യയിൽ കാണപ്പെടുന്ന ലോറിസ് എന്ന ജീവികളാണ് ഈ വിഭാഗത്തിൽ പെടുന്നവർ. ഇവർ ഉൾപ്പെടുന്നത് സ്ട്രപ്സിറൈനി എന്ന് പറയുന്ന വിഭാഗത്തിലാണ്. വെള്ളത്തിന്റെ അടിയിൽ മുങ്ങിപ്പോയ ഈ ഭാഗം ഒരു ഭൂഖണ്ഡമായിരുന്നു എന്ന് ഫിലിപ്പ് സ്ക്ലേറ്റർ വാദിക്കുകയും അതിന് അദ്ദേഹം ലെമൂറിയ എന്ന് പേരിടുകയും ചെയ്തു. ലെമൂറിയ എന്ന വാക്ക് അല്പം മുമ്പ് പറഞ്ഞത്
നിങ്ങൾ ഓർക്കുമല്ലോ. എന്നാൽ നമുക്ക് ഇന്ന് അറിയാം, ഈ 3 വൻകരകളിൽ മാത്രമല്ല, സമുദ്രം കൊണ്ട് വിഭജിക്കപ്പെട്ടിരിക്കുന്ന മറ്റ് പല വൻകരകളിലും സമാനമായ പല ഉദാഹരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ജീവിച്ചിരിക്കുന്നവയും ഫോസിൽ തെളിവുകളും ഉണ്ട്. ഉദാഹരണത്തിന്, സമുദ്രം കൊണ്ട് വിഭജിക്കപ്പെട്ട് കിടക്കുന്ന 2 വൻകരകളിലായി കാണപ്പെടുന്ന സഞ്ചി മൃഗങ്ങൾ, അമേരിക്കയിലെ ഒപ്പോസവും ഓസ്ട്രേലിയയിലെ കങ്കാരുവും. ഇത്തരം പല ഉദാഹരണങ്ങൾ ഇന്ന് നമുക്കറിയാം. ഇന്ത്യയിലെ പശ്ചിമഘട്ട മലനിരയോട് ഭൗമശാസ്ത്ര സമാനതയുള്ളതാണ് മെഡഗാസ്കറിലെ അക്സൻഡ്ര മലനിരകൾ. മെഡഗാസ്കറിലെ ഈ മലനിരയിൽ കാണപ്പെടുന്ന റണോസ്ട്ര ഗ്യാപ്പ് പശ്ചിമഘട്ടത്തിലെ പാലക്കാടൻ ഗ്യാപ്പിന് സമാനമായതുമാണ്. ഇതിനെപ്പറ്റി മുമ്പൊരു വീഡിയോ നമ്മൾ ചെയ്തത് ചാനലിലുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതുകൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ തമ്മിൽ അകന്നു കിടക്കുന്ന പല ഭൂഖണ്ഡങ്ങളിലും ഇത്തരം ഉദാഹരണങ്ങൾ ധാരാളം നമുക്ക് കാണാം. ഇതിന് കാരണം കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയാണ്, അല്ലെങ്കിൽ പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറിയാണെന്ന് ഇന്ന് നമുക്കറിയുകയും ചെയ്യാം. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അടിത്തട്ടിന്റെ വിശദമായ മാപ്പിങ്ങിൽ കുമാരിഖണ്ഡം പുരാണത്തിൽ വിവരിച്ചതുമായി താരതമ്യപ്പെടുത്താവുന്ന ഒരു നാഗരികതയെ പിന്തുണയ്ക്കാൻ പര്യാപ്തമായ വെള്ളത്തിൽ മുങ്ങിപ്പോയ ഭൂപ്രദേശം കാണിച്ചിട്ടില്ല. കഴിഞ്ഞ 10,000 മുതൽ 20,000 വർഷങ്ങളായി സമുദ്രനിരപ്പിലെ മാറ്റങ്ങൾ കാരണം കടലിൽ മുങ്ങിപ്പോയ, അല്ലെങ്കിൽ സീഷെൽസ്, മാലദ്വീപ് പോലെയുള്ള ചെറിയ ദ്വീപ് രൂപീകരണങ്ങളും നിലവിലുണ്ട്. എന്നിരുന്നാലും ഇവയ്ക്കൊന്നും കുമാരിഖണ്ഡത്തിന്റെ വിശദാംശങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഹിമയുഗത്തിൽ ഏതാണ്ട് 20,000 വർഷങ്ങൾക്ക് മുമ്പ് ആഗോള സമുദ്രനിരപ്പ് വളരെ കുറവായിരുന്നു. ഇത് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള കോണ്ടിനെന്റൽ ഷെൽഫ് ഭാഗം വെള്ളത്തിൽ നിന്ന്, അല്ലെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഉയരാൻ കാരണമായിരിക്കാം. കടലിന്റെ അടിത്തട്ടിനെ കുറിച്ച് പഠിക്കുമ്പോൾ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തെയാണ് കോണ്ടിനെന്റൽ ഷെൽഫ് എന്ന് പറയുക. മഞ്ഞുപാളികൾ ഉരുകിയതോടുകൂടി ഈ ഭാഗം വെള്ളത്താൽ മൂടപ്പെട്ടു പോയതുമാകാം. കടലിന്റെ നിരപ്പിൽ ഉണ്ടാകുന്ന ഈ ഉയർച്ച ഒരുപക്ഷെ പണ്ടുകാലത്ത് മനുഷ്യർ താമസിച്ചിരുന്ന ഭൂമി, അല്ലെങ്കിൽ തീരപ്രദേശങ്ങൾ കടലെടുത്ത് പോകാൻ ഇടയാക്കിയിട്ടുണ്ടാവും. ഇതൊരു പക്ഷേ സാംസ്കാരിക ഓർമ്മകൾക്കോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ഭൂമിയെക്കുറിച്ചുള്ള കഥയ്ക്കോ ആധാരമായിട്ടുണ്ടാവാം. തമിഴ്നാട് തീരപ്രദേശത്തും ഗുജറാത്തിലെ ഖമ്പത്ത് ഉൾക്കടലിന്റെ ഭാഗങ്ങളിലും പുരാതന മനുഷ്യവാസത്തിന്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കണ്ടെത്തലുകൾ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എങ്കിലും ഒരു നാഗരികത ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഭൂഖണ്ഡത്തിന്റെ തെളിവുകൾ ഇത് നൽകുന്നില്ല. ഒരിക്കൽ അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എന്ന പ്രയോഗമല്ലാതെ കൃത്യമായ ഒരു കാലഗണന ഒരു സാഹിത്യത്തിലും കുമാരിഖണ്ഡത്തെക്കുറിച്ച് പറയുന്നില്ല. 1991 തമിഴ്നാട് ഗവൺമെന്റിന്റെ തമിഴ് എറ്റിമോളജിക്കൽ ഡിക്ഷണറി പ്രോജക്ടിന്റെ അന്നത്തെ ചീഫ് എഡിറ്ററായിരുന്ന ആർ മതിവണ്ണൻ അവകാശപ്പെടുന്നത് BC 50,000 കുമാരിഖണ്ഡം നാഗരികത തഴച്ചു വളരുകയും BC 16,000 ആയപ്പോഴേക്കും ഈ ഭൂഖണ്ഡം കടലിൽ അപ്രത്യക്ഷമാകുകയും ചെയ്തു എന്നാണ്. ലെമൂറിയയെ ഒരു പുരാതന തമിഴ് ഭൂഖണ്ഡമായി പ്രതിപാദിക്കുന്ന ആദ്യത്തെ ഭൂപടം 1916 സെന്തമിഴ് എന്ന ജേണലിൽ S. സുബ്രഹ്മണ്യ ശാസ്ത്രി പ്രസിദ്ധീകരിച്ചതാണ്. ഈ ഭൂപടമാകട്ടെ യഥാർത്ഥത്തിൽ കുമരിഖണ്ഡം എന്ന ഭൂഖണ്ഡത്തിന്റെ ചരിത്രപരമായ വസ്തുതകൾ വിമർശിക്കുന്ന ഒരു ജേണലിൽ പ്രസിദ്ധീകരിച്ചതായിരുന്നു എന്നതാണ് ഏറെ കൗതുകകരം. യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ഒരു ഭൂഖണ്ഡമായി കുമാരിഖണ്ഡത്തിന്റെ നിലനിൽപ്പിനെ ശാസ്ത്രം പിന്തുണയ്ക്കുന്നില്ല. എന്നാൽ വെള്ളത്തിന്റെ അടിയിലായി പോയ ഭൂമിയെക്കുറിച്ചുള്ള ധാരണകൾ തീരദേശ വെള്ളപ്പൊക്കത്തെക്കുറിച്ചോ ഭൂമി നഷ്ടപ്പെട്ടതിനെക്കുറിച്ചോ ഉള്ള പുരാതന ഓർമ്മകളെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് ഗവേഷകർ വിശ്വസിക്കുന്നു. കുമാരിഖണ്ഡം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നൊരു ഭൂമിയാണ് എന്ന വാദങ്ങൾക്കൊക്കെ അപ്പുറം ഇത് തമിഴ് നാഗരികതയുടെ പ്രാചീനതയ്ക്കും പ്രതിരോധത്തിനും ഊന്നൽ നൽകുന്ന തമിഴ് സാംസ്കാരിക സാഹിത്യ പൈതൃകമാണെന്ന് വിശേഷിപ്പിക്കാം. ചുരുക്കത്തിൽ കുമാരിഖണ്ഡം എന്ന ആശയത്തെ നമുക്ക് ഇങ്ങനെ സംഗ്രഹിച്ചു പറയാം. അതായത്, കുമാരിഖണ്ഡത്തിന് സാഹിത്യവും സാംസ്കാരികവും പുരാണപരവുമായ പ്രാധാന്യം ഉണ്ട് എങ്കിലും അവയിലേക്ക് ഉള്ള തെളിവുകൾ പലതും സാഹചര്യങ്ങളും ഊഹാപോഹങ്ങളിലും ഉള്ളതാണ്. പുരാതന തമിഴ് പൈതൃകത്തിന്റെ ശക്തമായ പ്രതീകമായി പ്രവർത്തിക്കുന്ന കുമാരിഖണ്ഡത്തെ പറ്റിയുള്ള ആശയം സാംസ്കാരികപരവും ശാസ്ത്രീയപരവുമായ കൂടുതൽ പര്യവേഷണങ്ങൾക്ക് ആകർഷകമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.